നമസ്കാരം. കേരളത്തിലെ അതിപ്രധാനപ്പെട്ട ഒരു കോട്ടയ്ക്ക് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ബേക്കൽ കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടാത്ത ആരും തന്നെയില്ല. കാസർഗോഡിൻ്റെ മുഖമുദ്രയായി കേരളത്തിൽ തല ഉയർത്തി നിൽക്കുന്ന പല കോട്ടകളിൽ ഒന്നാണ് ബേക്കൽ കോട്ട. ദേശീയ പുരാതന വകുപ്പിൻ്റെ കീഴിലായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. നമ്മൾ ചന്ദ്രഗിരി കോട്ടയും ഇതുമെല്ലാം ഒരേ ആളുടെ തന്നെ നായ്ക്കറിൻ്റെ ശിവപ്പ നായ്ക്കറിൻ്റെ അധീനതയിൽ നിർമ്മിച്ച ഒരു കോട്ടയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം തന്നെ മറ്റ് ആളുടെ കയ്യിൽ നിന്നും പിടിച്ച് എടുത്തതാണെന്നും പറയപ്പെടുന്നു. പിന്നീട് ഹൈദരാലിയും ടിപ്പു സുൽത്താനും എല്ലാവരും തന്നെ ഇതിൽ ഓരോരുത്തരുടെ കാലഘട്ടത്തിൽ ഈ കോട്ട ഏറ്റെടുക്കുകയും അതിനുശേഷം ടിപ്പു സുൽത്താനിൻ്റെ പതനത്തോടുകൂടി ബ്രിട്ടീഷുകാർ ഇത് ഏറ്റെടുക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായി. ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കോട്ടയ്ക്ക് മുന്നിൽ തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത്. ഞാൻ മൻസൂർ മുഹമ്മദ്, തിരുപ്പം ട്രാവലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 25 രൂപയുള്ള ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. ബേക്കൽ കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ല. മലയാളികളെന്നല്ല, എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിരിക്കുന്ന ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഈ വിസിറ്റേഴ്സ് എല്ലാം തന്നെ കർണാടകയിലുള്ളതും തമിഴ് നാട്ടിൽ നിന്ന് വന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു കോട്ടയാണ് ബേക്കൽ കോട്ട. കേരളത്തിലെ തന്നെ വലിയ കോട്ടകളിലൊന്നാണ് ഈ ബേക്കൽ കോട്ട. നമ്മുടെ ബോംബെ സിനിമയൊക്കെ നമുക്ക് മറക്കാനാവാത്ത അടിപൊളി സിനിമയാണ് ബോംബെ. ആ ബോംബെ സിനിമയിലെ ഒരു അടിപൊളി ഗാനരംഗമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. കൂടുതലും വിദേശികളൊക്കെയാണ് വരുന്നത് കേട്ടോ. ഇതിനോട് അടുത്ത് തന്നെ മർഹൂം കോട്ടക്കുന്ന് മുഹമ്മദ് മാസ്റ്റർ ഒരു ഉറൂസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊക്കെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബേക്കൽ മസ്ജിദിലാണിത്. ഈ ഭാഗം മൊത്തവും ഷോപ്പുകളാട്ടോ. അപ്പുറത്താണ് പാർക്കിംഗ് ഉള്ളത്. കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട കേരളത്തിലെ വലിയ ഒരു കോട്ടയും ഏഷ്യ വൻകരയിലെ ഒരു പ്രധാനപ്പെട്ട കോട്ടയുമായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് തീർത്തും ചെങ്കല്ലുകൊണ്ടാണ്. ഈ പ്രദേശം പണ്ട് കദംബ രാജവംശത്തിൻ്റെയും മൂഷിക രാജവംശത്തിൻ്റെയും കോലത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു. ഇതിനുശേഷം ഇവിടം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലായി. 1565 തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെട്ടതിന് ശേഷം പ്രദേശം ബദനൂർ രാജാവിൻ്റെ അധീനതയിലായി. കുംബ്ലയിലെ ഇക്കേരി നായ്ക്കന്മാർ എന്നറിയപ്പെടുന്ന ബദനൂർ നായ്ക്കന്മാരിലെ ശിവപ്പ നായിക്ക് ഈ കോട്ട നിർമ്മിച്ചു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ കോലത്തിരി രാജാക്കന്മാരുടെ കാലത്തെ കോട്ട ശിവപ്പ നായിക്ക് പുതുക്കിപ്പണിതാണെന്നും ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി നടന്ന പുരാവസ്തു ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നത് കോട്ട വിജയനഗര സാമ്രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് തന്നെയാണ്. 1763 അടുപ്പിച്ച് ഈ കോട്ട മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരാലി കൈയടക്കി. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഈ കോട്ട തുളുനാടിൻ്റെയും മലനാടിൻ്റെയും പ്രധാന ഭരണകേന്ദ്രമായിരുന്നു. ടിപ്പുവിൻ്റെ പരാജയത്തിന് ശേഷം 1791 കോട്ട ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷ് അധീനതയിലായി. ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൗത്ത് കാനറ ജില്ലയുടെ ഭരണത്തിന് കീഴിലായി. ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ കോട്ട ഭൂരിഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. സമുദ്രതീരത്ത് വൻ കോട്ടമതിലുണ്ട്. ഇതിൽ ഇടയ്ക്കിടെ കൊത്തളങ്ങൾ തീർത്ത് ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ഇവയ്ക്ക് പുറമെ നിരീക്ഷണ ഗോപുരങ്ങൾ, ഭൂമിക്കടിയിലെ തുരങ്കങ്ങൾ എന്നിവയും കോട്ടയുടെ പ്രത്യേകതയാണ്. കോട്ടയുടെ മധ്യഭാഗത്തുള്ള നിരീക്ഷണ ഗോപുരം പ്രത്യേകം നമ്മൾ പറയേണ്ടത് തന്നെയാണ്. 24 മീറ്റർ ചുറ്റളവും 9 മീറ്ററിലധികം ഉയരവുമുള്ള ഇതിലേക്കുള്ള പ്രവേശന മാർഗം യുദ്ധോപകരണങ്ങൾ മുകളിലെത്തിക്കുന്നതിനായി ചെരുവ് തലമായി തന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നതാണ്. കോട്ടയ്ക്കുള്ളിലായി ഒരു ആഞ്ജനേയ ക്ഷേത്രം നമുക്ക് കാണാം. അതിന് വെളിയിലായി ഒരു മുസ്ലിം പള്ളിയും ഉണ്ട്. ബേക്കൽ കോട്ടയ്ക്ക് ചുറ്റുമായി ഇന്ന് വിനോദസഞ്ചാര വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ കോട്ടയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയ നിരീക്ഷണ ഗോപുരം തന്നെയാണ്. കടലിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന ചുമരുകളും പുരാതന തുരങ്കങ്ങളുമാണ് ഇവിടുത്തെ മറ്റു പ്രത്യേകതകൾ. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ കോട്ട എന്ന നിലയിലാണ് ബേക്കൽ കോട്ട പ്രസിദ്ധമായിരിക്കുന്നത്. കടൽ നിരപ്പിൽ നിന്നും ഏതാണ്ട് 300 അടി ഉയരത്തിലുള്ള ഒരു കുന്നിൻ മുകളിലാണ് ഈ കോട്ടയുള്ളത്. ഏതാണ്ട് 40 ഏക്കറിലായി പരന്നു കിടക്കുന്ന അതിബൃഹത്തും അത്ഭുതകരവുമായ ഒരു നിർമ്മിതമാണിത്.
വൈദേശികമായ സാങ്കേതികതയോ ശില്പവിദ്യയോ കാര്യമായി ഉപയോഗിക്കാതെ തദ്ദേശീയമായ അറിവിൻ്റെയും കഴിവിൻ്റെയും പിൻബലത്തിൽ നിർമ്മിക്കപ്പെട്ടത് എന്ന ഒരു പ്രത്യേകത കൂടി ഈ ഒരു കോട്ടയ്ക്കുണ്ട്. മറ്റ് കോട്ടകൾ പലതും കടലിനോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ ഇത് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. അത് ഈ കോട്ടയുടെ പ്രധാന സവിശേഷത കൂടിയാണ്. ബേക്കൽ കോട്ടയുടെ പടിഞ്ഞാറുള്ള 2/3 ഭാഗവും അറബിക്കടലാണ് സ്ഥിതി ചെയ്യുന്നത്. നിരന്തരമായി അലച്ചെത്തുന്ന തിരകളുടെ തലോടൽ ഏറ്റുവാങ്ങിയാണ് ഈ കോട്ടയുടെ കിടപ്പ്. കേരളത്തിലെ മികച്ച കോട്ടകളായി കരുതപ്പെടുന്ന കണ്ണൂർ, തലശ്ശേരി കോട്ടകളേക്കാൾ ഈടും ഉറപ്പും ബേക്കൽ കോട്ടയ്ക്കുണ്ട് എന്നാണ് പുരാവസ്തു ഗവേഷകരുടെ ഒരു വിലയിരുത്തൽ. പരിസര പ്രദേശത്ത് അന്ന് ലഭ്യമായ ഉറപ്പുള്ള ചെങ്കലിലാണ് കോട്ട പണിതിരിക്കുന്നത്. കോട്ടക്കകത്തെ സൗകര്യങ്ങളാകട്ടെ മറ്റു കോട്ടകളേക്കാൾ മെച്ചപ്പെട്ടതും അതിവിദഗ്ധമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതുമാണ്. ആയുധപ്പുരയിൽ കടലിന് നേർക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകളും കടൽ വഴി വരുന്ന പടക്കപ്പലുകളെ നേരിടാനുള്ള ഇടങ്ങളും കരയിൽ നിന്നെത്തുന്ന ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ, ജലസംഭരണി, ഒളിത്താവളങ്ങൾ, രഹസ്യ ഭൂഗർഭ അറകൾ, ഭൂഗർഭ പാതകൾ, സുരക്ഷാ സന്നാഹങ്ങൾ, അപകടത്തിൽപ്പെടുന്നവർക്കും മുറിവേൽക്കുന്നവർക്കും നൽകുന്ന പ്രഥമ ശുശ്രൂഷ കേന്ദ്രങ്ങൾ തുടങ്ങിയവ കൃത്യമായ കണക്കുകൂട്ടലോടുകൂടിയാണ് ഈ കോട്ടയ്ക്കകത്ത് നിർമ്മിച്ചിരിക്കുന്നത്. കോട്ട നിർമ്മാണത്തിൽ ആധുനിക സാങ്കേതിക വിദ്യ കൈവശമുണ്ടായിരുന്ന ഇംഗ്ലീഷുകാരേക്കാൾ വിദഗ്ധമായ രീതിയിലാണ് തദ്ദേശീയമായ സാങ്കേതിക മികവോട് ഈ നാട്ടുകാർ ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ളത്. താക്കോൽ ആകൃതിയിലുള്ള ബേക്കൽ കോട്ടയുടെ രൂപകൽപ്പന തന്നെ അത്യപൂർവമായി മാത്രം ലോകത്ത് കാണുന്ന തരത്തിലുള്ളതാണ്. സത്യത്തിൽ അത് അക്കാലത്തെ തദ്ദേശീയമായ കോട്ട നിർമ്മാണ വിദഗ്ധരുടെ സാങ്കേതിക ജ്ഞാനത്തിനും അസാധാരണ വാസ്തുശില്പ വൈദ്യത്തിനും മികച്ച ഉദാഹരണമായിരുന്നു. ഏതാണ്ട് 50 അടിയോളം ഉയരത്തിലായി കടലിലേക്ക് തള്ളി നിൽക്കുന്ന വാച്ച് ടവർ കോട്ടയിലെ തന്ത്രപ്രധാനമായ ഒരിടമാണ്. പഴയ കാലത്ത് ആ ടവറിന് മുകളിൽ നിന്നുകൊണ്ട് ഭടന്മാർ ഊഴമിട്ട് 24 മണിക്കൂറും അറബിക്കടൽ നിരീക്ഷിക്കുമായിരുന്നു. അതുവഴി എത്തുന്ന പടക്കപ്പലുകളിലെ തദ്ദേശീയരും വിദേശീയരുമായ ശത്രുക്കളെ അവരെ സൈന്യത്തിന് അപ്പോൾ തന്നെ വിവരം നൽകി. അന്നും ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കടലിൻ്റെ അതിവിദൂരമായ കാഴ്ച കിട്ടുന്ന രീതിയിൽ ആണത് പണിത് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇറങ്ങിയല്ലോ അതിൻ്റെ മേളിൽ നാട്ടാ അവിടെ ചുറ്റും ഇങ്ങനെ കിടക്കും ഏക്കറണക്കിന് സ്ഥലത്ത് കേട്ടോ. ഇവിടെയൊക്കെ മുമ്പും മറ്റേ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നോന്നുണ്ടോ എനിക്ക് ഒരു ബൾബുകളിൻ്റെ അവശിഷ്ടമൊക്കെ കിടപ്പുണ്ട്. പക്ഷെ ഇപ്പോൾ അതൊന്നും കാണാനില്ല. അവിടെ അടിപൊളിയൊരു ബീച്ചുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തായിരുന്നാവോ ഒരു പിടുത്തമില്ല. നമ്മൾ ബോംബെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ് കേട്ടോ, ഈ സ്ഥലത്താണ്. ഏതറിയാമോ, മറ്റേ പാട്ട് സീനില്ലേ, ഉയിരേ ഉയിരേ, ആ പാട്ട് സീൻ ഷൂട്ട് ചെയ്ത സ്ഥലമാട്ടോ ഇത്. വിദേശികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കൂടുതൽ ആളുകളും വരുന്നവരിൽ കൂടുതൽ ആൾക്കാരും ഇങ്ങോട്ട് കയറാറുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കിവിടെ കിട്ടുന്നതുകൊണ്ടാണ്. വാവ്, സൂപ്പർ. അല്ല, അവിടെ ഒരു മറ്റേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉള്ളൊരു അടിപൊളി ബീച്ചാണല്ലോ. നമുക്കും പറ്റുമെങ്കിൽ അതും കവർ ചെയ്യാം കേട്ടോ. ആ ബീച്ചിൻ്റെ ഇത് കാണാന്നേ ഉള്ളൂ. यहाँ तो कुछ नहीं है। वहीं से निकल जाएंगे। हाँ, वहीं का रास्ता है ना, लेफ्ट दिखाता है, वहाँ पे जाना है। ഇവരുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എടുത്ത് കൊടുത്തിട്ട് അങ്ങനെ വരുവാട്ടാ.
കൊച്ചിനവർ ശ്രദ്ധിക്കുന്നേ ഇല്ല കേട്ടോ. അതിൻ്റെ പക്കത്തുമൊക്കെ പോയി നിൽക്കുകയായിരുന്നു. ഇതൊക്കെ അടച്ചുകൂട്ടിയിട്ടിരിക്കാമല്ലോ. ആറ് മണിക്കുള്ളിൽ നമ്മൾ ഇതിനകത്ത് ഇറങ്ങണം. 6 മണി വരെ നമുക്ക് ടൈമുള്ളൂ ഇതിനകത്ത്. ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇരിക്കാനും നടക്കാനും ഒക്കെ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കണ്ടോ, അവിടെ നിന്നൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഇതിനകത്ത് ചെറിയ പൂന്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊന്നും തന്നെ ഇവിടെ ഇല്ല. എല്ലാം ഉണങ്ങി പോയിരിക്കുകയാണ്. അവിടെയൊക്കെ കത്തിച്ച് വരെ കളഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ട്, അവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. അവിടെയൊക്കെ ഇതിനു മുമ്പൊക്കെ പോയിട്ടുള്ളതാണ്. പണ്ട് ഞങ്ങൾ നമ്മുടെ പഴയ സായിപ്പും ഷെമിയുമൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് വന്ന് കറങ്ങിയിട്ടുള്ള സ്ഥലമാണ് ബേക്കൽ കോട്ട. കാണാൻ മാത്രമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മറ്റുള്ള കോട്ടയെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കുറേ ഏരിയയിൽ ഉള്ളൊരു കോട്ടയാണ്. പാലക്കാട് കോട്ടയൊക്കെ എനിക്ക് തോന്നുന്നു ഇത്രയും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ കണ്ണൂർ കോട്ട അത്യാവശ്യം കുറച്ച് വലിപ്പമുണ്ട് അല്ലേ? ഇതിനേക്കാളും വലിപ്പമാണ് അല്ലേ? കാണാനും ഉണ്ട്. അതുമൊക്കെ ഉണ്ടല്ലേ. ആണല്ലേ. അവിടെ ഞങ്ങളന്ന് അവിടെയൊക്കെ കറങ്ങി കുറേ സമയം ഇവിടെ ചിലവഴിച്ചൊരു സ്ഥലമാട്ടോ ഇത്. നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാട്ടോ അതൊക്കെ. ഒരു ഭയങ്കര കിണറ കേട്ടോ. ഭയങ്കര വെയിറ്റുള്ള ഇരുമ്പിട്ട് ഇത് ചെയ്ത് വെച്ചിരിക്കുക. ഇതൊക്കെ എന്ത് പഴയതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണെന്ന് തോന്നണം കേട്ടോ. അത് ചെറിയ സ്നാക്സും ചായക്കൊക്കെ ഉള്ള വകുപ്പുണ്ട് കേട്ടോ. ക്ലോസിങ് സമയം. അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ബസ് ഉൾപ്പെടെയുള്ള പാർക്കിംഗ് ഒക്കെ. കാര്യം ഇവിടെയൊക്കെ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ വരാറുള്ളതാണ്. കാരണം ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ.